ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാന്താരി ചിക്കനും നീർദോശ എന്നൊക്കെ പറയും, പിന്നെ ഞങ്ങൾ പറയും കണ്ണൂർ ദോശ എന്ന്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശ കേട്ടോ. അപ്പോൾ അത് രണ്ടും നല്ല കോമ്പിനേഷനാണ് ഈ കാന്താരി ചിക്കനും ഈ കണ്ണൂർ ദോശയും. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പ്രീത ചേച്ചി. അപ്പോൾ ഇതിനകത്ത് ആദ്യം ചെയ്യുന്നു, വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി, കാന്താരി മുളക്, ഇഞ്ചി, ചുവന്നുള്ളി ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക്, അപ്പോൾ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഒന്ന് അരയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കണ്ടിച്ച് വയ്ക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നു. പിന്നെ ഒരു മാജിക് മസാല ചെറിയ ടീസ്പൂണ് ഇത്രയും ചേർക്കണം. മഞ്ഞൾപ്പൊടി ഇടുന്നു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കരിയാപ്പില നന്നായിട്ട് ഇടാം കേട്ടോ. നമുക്ക് നല്ല പച്ചക്കളർ കിട്ടുകയും ചെയ്യും. പിന്നെ കരിയാപ്പിലയ്ക്ക് നല്ല ഗുണമുണ്ടല്ലോ, ചിക്കന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടോട്ട് പിന്നെ ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഒരു പിടി മല്ലിയില മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. എന്നിട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ കൂടെ പേസ്റ്റായിട്ട് അരയ്ക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ ഇത് അരഞ്ഞ് കിട്ടിയേക്ക് നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഈ അരപ്പ് ഇട്ടിട്ട് ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. അഞ്ച് അത്യാവശ്യം നന്നായിട്ട് വേഗം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മളവിടെ അങ്ങ് മാറ്റി വയ്ക്കുക. ഇതിന് ശേഷം നമ്മൾ ഒരു സബോള, 1-1.5 സബോള, നമ്മൾ കുറച്ച് ചിക്കനല്ലേ വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്നതിനകത്ത് എല്ലാം അളവ് കുറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ കൂട്ടാൻ ആളില്ല കേട്ടോ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒത്തിരി ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിനകത്തോട്ട് ഇടുന്നത് ഞാൻ എൻ്റെ മാജിക് മസാല കുറച്ചിട്ടു. പിന്നെ ഒരു തക്കാളി ഇട്ടു. ഒന്ന് പയ്യെ വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. നല്ല ഹൈ ഫ്ലെയിമിലിടണം. എന്നുവെച്ചാൽ ഹൈ ഫ്ലെയിമിൽ എപ്പോഴും നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് മൊത്തം അതിൻ്റെ വെള്ളമെല്ലാം ഇങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മളിത് മീഡിയം ആക്കണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗുണം ചിക്കന് ഓവറായിട്ടുള്ള ആദ്യത്തെ ആ വെള്ളം മൊത്തം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പയ്യിരുന്ന് വേകുമ്പോൾ ആ ചിക്കന് നല്ല സോഫ്റ്റ് ഉണ്ടാകും. പിന്നെ പച്ചമുളക് ഒരിക്കലും ആദ്യം ഇടരുത്. ആദ്യം ഇട്ടാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തം മാറും. പിന്നെ കുരുമുളക് ഞാൻ ആദ്യം അരയ്ക്കുമ്പോൾ ചേർത്താൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യമെങ്കിലും ഇനി കറി വയ്ക്കുമ്പം ഈ പച്ചമുളക് എപ്പോഴും ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറ്റം നമുക്കറിയാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറി മാറ്റി വെച്ചു. അതിന് കഴിയുമ്പോൾ നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, പച്ചരി. ആ പച്ചരി കുതിർത്ത അരിയും അതിലേക്ക് തേങ്ങ ചിരണ്ടത്, വേറെ ഒന്നും വേണ്ട, അത് നന്നായിട്ട് അരയ്ക്കുക. ഇത് നല്ല എളുപ്പം കേട്ടോ. ഈ ദോശ ഞങ്ങൾ തുടങ്ങിയത് എനിക്കറിയില്ല. ഞങ്ങൾക്കിവിടെ ദോശ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉഴുന്ന് ചേർത്ത ദോശ മാത്രമേ ഉള്ളൂ. എൻ്റെ മോൻ്റെ ഭാര്യയുടെ വീട് കണ്ണൂരാണ്. അവൾ വന്നേ പിന്നെയാണ് ഞങ്ങൾ ഈ ദോശയുടെ പരിപാടി തുടങ്ങി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം, പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ ദോശയുടെ പ്രത്യേകത. പിന്നെ പുളിയില്ല. പിന്നെ ഇതിന് നീർദോശ എന്നൊക്കെ പറയൂ കേട്ടോ. നല്ല കോമ്പിനേഷനാണ് കാന്താരി ചിക്കനും ഇതുവേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ